മാർച്ച് 22-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ആദ്യത്തേത് ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജിന്റെ വീട്ടിൽ നിന്നും, അതായത് ജസ്റ്റിസ് യശ്വന്ത് ശർമ്മയുടെ വീട്ടിൽ തീ പിടിച്ച സമയത്ത് അവിടെ നിന്നും കോടിക്കണക്കിന് രൂപ ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, കോടിക്കണക്കിന് രൂപയുടെ നോട്ടുകെട്ട് ലഭിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയും വീഡിയോസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആ ഒരു ജഡ്ജിനെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രാൻസ്ഫർ പ്രോസസ്സുമായി ബന്ധപ്പെട്ട റൂമേഴ്സ് മാത്രമാണ് പുറത്തേക്ക് വരുന്നത് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് എന്നാണ് വാർത്ത. പിന്നീട് ഇത് സുപ്രീം കോടതി വീഡിയോ ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ജഡ്ജസുമായി ബന്ധപ്പെട്ട വിഷയം നമുക്ക് നോക്കാം. ജസ്റ്റിസ് യശ്വന്ത് വർമ്മ, അദ്ദേഹം ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ തീ പിടിച്ച സമയത്ത് പോലീസും ഫയർഫോഴ്സും ഒക്കെ വന്ന് തീ അണക്കുന്ന സമയത്ത് വീടിന്റെ അകത്ത് ഹ്യൂജ് പൈൽ ഓഫ് ക്യാഷ്, നോട്ടുകെട്ടുകൾ കൂടിക്കിടക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ജസ്റ്റിസ് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക്, അദ്ദേഹത്തിന്റെ പാരന്റ് ഹൈക്കോർട്ടാണ് അലഹാബാദ് ഹൈക്കോർട്ട്, അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരു ട്രാൻസ്ഫർ പ്രൊപ്പോസൽ ഇൻ ഹൗസ് എൻക്വയറിയിൽ നിന്നും സെപ്പറേറ്റ് ആണ് എന്നുള്ള രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. ഈ ഒരു ജസ്റ്റിസ് വർമ്മ, അദ്ദേഹം 1992-ലാണ് അഡ്വക്കേറ്റ് ആയിട്ട് എൻറോൾ ചെയ്യുന്നത്. പിന്നീട് അഡ്വക്കേറ്റിൽ നിന്നും ഒരാളായിട്ടാണ് ഹൈക്കോടതി ജഡ്ജിലേക്ക്, അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നതായിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം ഡൽഹി ഹൈക്കോടതിയിലേക്ക് കൊളീജിയം സിസ്റ്റം ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു എന്നുകൂടി ഓർത്തു വെക്കുന്നത്. ഇപ്പോൾ സുപ്രീം കോടതി കൊളീജിയം ഈ ഒരു വിഷയത്തെ എക്സാമിൻ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ബന്ധപ്പെട്ട ജഡ്ജസിൽ നിന്നും റിലവന്റ് ഹൈക്കോടതിയിൽ നിന്ന് ജഡ്ജിമാരിൽ നിന്നൊക്കെ ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ട് ഈ ഒരു ജഡ്ജസിനെ കുറിച്ച് എന്നുകൂടി ഓർത്തു വെക്കുന്നത്. അതിനുശേഷമായിരിക്കും ഫൈനൽ ഡിസിഷൻ എടുക്കുക. ഇത് കൂടാതെ ഇൻഹൗസ് എൻക്വയറി ഡൽഹി ഹൈക്കോടതി നടത്തുന്നുണ്ട്. ജസ്റ്റിസ് DK ഉപാധ്യായ, അദ്ദേഹം ഈ ഒരു SC കൊളീജിയം മീറ്റിംഗിന് മുൻപേ ആയിട്ട് ഒരു ഇൻഹൗസ് എൻക്വയറി നടത്തുന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കുന്നത്. അതിനുശേഷം ചീഫ് ജസ്റ്റിസ് ഓഫ് ഡൽഹി ഹൈക്കോടതിയിൽ അദ്ദേഹം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യും. ഈ ഒരു റിപ്പോർട്ടുകളെല്ലാം തന്നെ കോൺഫിഡൻഷ്യൽ ആയിരിക്കും, പ്രത്യേകിച്ചും ജഡ്ജസിന്റെ ഇന്റഗ്രിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്നുള്ളതാണ് ഓർത്തു വെക്കേണ്ടതായിട്ട്. ഈ ഒരു ഇൻഹൗസ് എൻക്വയറി പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അതൊരു 2 സ്റ്റേജ് ആണ്. ഒന്ന്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഒരു പ്രിലിമിനറി അസസ്മെന്റ് നടത്തുക. അതിന് ആ ഒരു എൻക്വയറി അതിനെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 മെമ്പർ കമ്മിറ്റി കുറച്ചുകൂടി ഡീപ്പർ ആയിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഡെവലപ്മെന്റുകൾ ഉണ്ടാവുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്ക് കുറെ കൂടി ഡീറ്റെയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അടുത്തത് റെയ്സിന ഡയലോഗ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. 10th റെയ്സിന ഡയലോഗും ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ നടക്കുവാണ്. അതുമായി ബന്ധപ്പെട്ട് അതിലെ പ്രധാനപ്പെട്ട ഗസ്റ്റ് ആയിരുന്നു ന്യൂസിലാൻഡ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ക്രിസ്റ്റഫർ ലക്സൺ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ന്യൂസിലാൻഡുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ചും പവർ ഈസ് റിപ്ലേസിംഗ് റൂൾസ് എന്ന രീതിയിൽ ലോകത്ത് നടക്കുന്ന വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നു. അതുപോലെ തന്നെ സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ട്രേഡിനെ മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച്, പ്രൊട്ടക്ഷനിസം, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള റെസിലിയന്റ് ആയിട്ടുള്ള സപ്ലൈ ചെയിനെ ഉറപ്പുവരുത്തി മുന്നോട്ട് പോകുന്നതിനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇന്ത്യയും ന്യൂസിലൻഡും നോക്കുമ്പോൾ സൈസിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. ന്യൂസിലൻഡ് ചെറിയ രാജ്യമാണ്, പക്ഷേ രണ്ട് രാജ്യങ്ങൾക്കും നല്ലൊരു പാർട്ട്നേഴ്സായി മാറാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയാണ് ന്യൂസിലൻഡ് കാണിച്ചുള്ളത്. ഇന്തോ പസഫിക് മേഖലയിൽ ആ ഒരു ഫ്രീഡം ഓഫ് നാവിഗേഷൻ ഉറപ്പുവരുത്തുന്നതിന് ഇന്ത്യക്കും ന്യൂസിലൻഡും പറ്റും എന്നുള്ളതാണ്. ന്യൂസിലൻഡ് എന്ന് പറഞ്ഞാൽ ക്വാഡിന്റെ ഭാഗമല്ല, പക്ഷെ ഓസ്ട്രേലിയ, ജപ്പാൻ, സൗത്ത് കൊറിയ ആയിട്ടൊക്കെ റീജിയണൽ ടോക്സ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയും ന്യൂസിലൻഡും മിലിറ്ററി കോപ്പറേഷൻ എഗ്രിമെന്റുകളിൽ സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രീ ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടുള്ള ടോക്കുകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഓർക്കുക. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ട്രേഡ് വളരെ കുറവാണ്. $2 ബില്യൺ അടുത്ത് മാത്രമാണുള്ളത്. പ്രധാനമായിട്ടും ഈ ഒരു ഡയറി അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് മാർക്കറ്റ് ആക്സസുമായി ബന്ധപ്പെട്ട് രണ്ട് രാജ്യങ്ങളും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. അതിനെ സോർട്ട് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ഓർക്കുക. അതേസമയത്ത് ന്യൂസിലൻഡിന് ചൈനയുമായിട്ടുള്ള ട്രേഡ് $24 ബില്യൺ ആണെന്ന് ഓർക്കുകയാണ്. ഈവൻ ദോ ചൈനയുടെ ഈ ഒരു ഇൻഡോ പസഫിക് മേഖലയിലുള്ള കടന്നുകയറ്റം സ്ട്രാറ്റജിക് ആയിട്ടുള്ള കൺസേൺ റേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും $24 ബില്യൺ ഈക്വലന്റ് ആയിട്ടുള്ള ട്രേഡ് ചൈനയുമായിട്ടുണ്ട്. അപ്പോൾ എയർ ഇന്ത്യയും എയർ ന്യൂസിലൻഡും പരസ്പരം കോഡ് ഷെയർ എഗ്രിമെന്റുകൾ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ 2028 കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. കൂടാതെ ഈ ഒരു ന്യൂസിലൻഡും മറ്റുമൊക്കെ ഒരുപാട് ആന്റി ഇന്ത്യ പ്രൊട്ടസ്റ്റുകൾ, പ്രത്യേകിച്ചും ഖലിസ്ഥാനി മൂവ്മെന്റുകളുടെ ഭാഗമായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഖലിസ്ഥാൻ റഫറൻഡം ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയവും പ്രത്യേകിച്ചും കൺട്രോൾ ചെയ്യുന്നതിനെ കുറിച്ച് ഇന്ത്യയുടെ കൺസേൺ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഫ്രീ സ്പീച്ച് എന്ന പേരിൽ ഇത്തരത്തിലുള്ള ഖലിസ്ഥാനി മൂവ്മെന്റുകളെ എതിർക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തടയുന്നതിന് വേണ്ടിയിട്ട് ന്യൂസിലൻഡ് പോലുള്ള രാജ്യങ്ങൾ തയ്യാറാവാറില്ല എന്നുള്ളതാണ്. ഇതാണ് ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള മറ്റൊരു പ്രശ്നം എന്നുള്ളത്. പ്രത്യേകിച്ചും ഒരു ഫോറിൻ പൊളിറ്റിക്കൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് ലോക്കൽ കമ്മ്യൂണിറ്റീസിനെ ഡിവൈഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു സ്റ്റാൻഡാണ് ന്യൂസിലൻഡിന് എന്ന് കൂടി ഓർത്ത് വെക്കണം. പക്ഷേ രണ്ട് രാജ്യങ്ങളും ഈ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും പരസ്പരം സഹകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് രണ്ട് രാജ്യങ്ങളുടെയും അഭിവൃദ്ധിക്ക് സഹായിക്കും എന്ന രീതിയിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്.
അടുത്തൊരു എഡിറ്റോറിയൽ വന്നിരിക്കുന്നത് COP30ക്ക് മുന്നേ ആയിട്ട് ഇന്ത്യ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ, പ്രത്യേകിച്ചും ഹീറ്റ് വേവിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഹീറ്റ് പ്ലാൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഡിറ്റോറിയൽ ആണ്. കാരണം നമ്മുടെ രാജ്യത്തെ ടെമ്പറേച്ചർ വളരെയധികം വർദ്ധിച്ചു വരികയാണ് എന്നുള്ളതാണ്. സമ്മർ വളരെ നേരത്തെ വന്നു. പ്രത്യേകിച്ചും ഗോവയിലും മഹാരാഷ്ട്രയിലും ഒക്കെ മാർച്ച് മാസത്തിൽ തന്നെ ഹൈ ടെമ്പറേച്ചർ, ഈവൻ ഫെബ്രുവരി അവസാനം മാർച്ച് ആദ്യത്തിൽ തന്നെ ഹൈ ടെമ്പറേച്ചർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒഡീഷയിലും തെലങ്കാനയൊക്കെ 40 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഓൾറെഡി റിപ്പോർട്ടഡ് ആണ്. ഇന്ത്യയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും 1 ഡിഗ്രി സെൽഷ്യസ് മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ നോർമൽ ടെമ്പറേച്ചർ പാറ്റേണിൽ നിന്ന് വർധനവ് കാണുന്നുണ്ട്. അതായത് ഈ ഒരു ഗ്ലോബൽ ടെമ്പറേച്ചർ വർദ്ധിക്കുന്നുണ്ട്, ഇന്റൻസ് ആയിട്ടുള്ള ഹീറ്റ്, ഫ്രീക്വന്റ് ആയിട്ടുള്ള ഹീറ്റ് വേവ്സ് ഉണ്ടാവുന്നുണ്ട് എന്നാണ് കാണുന്നത്. കുറെ കൂടി ബെറ്റർ ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. ഇല്ലെങ്കിൽ അതായത് ഫ്ലഡും എർത്ത് ഒക്കെ ഉണ്ടാവുന്നത് പോലെ നമ്മൾ ഹീറ്റ് വേവ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നാണ് എഡിറ്റോറിയൽ സൂചിപ്പിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ ഒരു ഇന്ത്യയിൽ നടത്തിയ സ്റ്റഡിയിൽ ഒരു ഇന്ത്യൻ സിറ്റിക്ക് പോലും ലോങ് ടേം ഹീറ്റ് വേവ് പ്ലാൻ ഇല്ല എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഷോർട്ട് ടേം ആയിട്ടുള്ള മെഷേഴ്സ് ഉണ്ട്, പ്രത്യേകിച്ച് ഡിഗ്രി വാട്ടർ കൊടുക്കുക, കുടിക്കുന്ന വെള്ളം കൊടുക്കുക, വർക്ക് അവേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള എഫേർട്ടുകൾ അല്ലാതെ കൃത്യമായിട്ടുള്ള ഒരു ലോങ് ടേം സ്ട്രാറ്റജി ഇല്ല എന്നുള്ളതാണ്. ലോങ് ടേം സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വൾണറബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻ കൂളിംഗ് പ്രൊവൈഡ് ചെയ്യുക, ബെറ്റർ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുക, വെതർ മോണിറ്ററിംഗ് ബെറ്റർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക, അതിനനുസരിച്ച് ഫോർകാസ്റ്റിംഗ് നടത്തുക എന്നുള്ളതാണ്. അതുകൂടാതെ കൂടുതൽ ഗ്രീൻ പ്ലേസസ് ക്രിയേറ്റ് ചെയ്യുക, പച്ചപ്പുള്ള പ്രദേശങ്ങൾ, തണലുള്ള പ്രദേശങ്ങൾ, റൂഫ് ടോപ്പ് സോളാറിനെ കുറെ കൂടി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇതൊന്നും കൃത്യമായിട്ട് ടാർഗറ്റഡ് ആയിട്ടുള്ള റിസ്കി പോപ്പുലേഷൻ അടുത്തേക്ക് വരുന്നില്ല എന്നുള്ളത് ഒരു വറീസം ഫാക്ടർ തന്നെയാണ്. അപ്പോൾ ഗ്ലോബൽ ഫോക്കസ് എമിഷൻ കട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ്. പക്ഷേ ഈ ഒരു ഹീറ്റിനോട് അഡാപ്റ്റ് ചെയ്യുന്നതിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്നാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. കുറച്ചുകൂടി സസ്റ്റൈനബിൾ ആയിട്ടുള്ള കൂളിംഗ് സൊല്യൂഷൻസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അതിനുവേണ്ടി കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു നാഷണൽ ഹീറ്റ് സ്ട്രാറ്റജിയും നാഷണൽ അഡാപ്റ്റേഷൻ പ്ലാനും ഒക്കെ ഈ ഒരു ബ്രസീലിൽ 2025 നവംബറിൽ ബ്രസീലിൽ നടക്കുന്ന COP30ക്ക് മുന്നേ ഇന്ത്യ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് കൂടി ഓർത്തിട്ടുണ്ട് തന്നെ. അടുത്തത് ഇന്ത്യയുടെ പാർലമെന്റിന്റെ പ്രവർത്തനം എങ്ങനെയാണ് മിനിമൈസ് ചെയ്തിരിക്കുന്നത്, പ്രത്യേകിച്ചും ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ പൊളിറ്റിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിയുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റ് പ്രൊവിഷൻ, അതുമായി ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇന്ത്യയുടെ ബഡ്ജറ്റ് നമുക്കറിയാം ലോകസഭയിലാണ് പ്രസന്റ് ചെയ്യുന്നതായിട്ടുള്ളത്. ഫിനാൻസ് മിനിസ്ട്രി എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ആണ് പ്രസന്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അതിനുശേഷം പാർലമെന്റിൽ ചർച്ചകളുണ്ടാവും. പക്ഷെ പാർലമെന്റിന്റെ റോൾ എന്ന് ഓർത്ത് വെക്കുക, സെറിമോണിയൽ ആയിട്ടുള്ള ഒരു ഔപചാരികമായിട്ടുള്ള റോള് മാത്രമേ ഉള്ളൂ. ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് മാത്രമാണ്. കാര്യമായിട്ടുള്ള അമെൻമെന്റുകൾ ബജറ്റിൽ നടത്താനുള്ള അധികാരമൊന്നുമില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അധികാരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസിനെ വീക്കം ചെയ്യുന്ന രീതിയിലാണ് ഇന്ത്യയിലെ ബജറ്റ് സിസ്റ്റം എന്നാണ് ഓഥർ പറയുന്നതായിട്ടുള്ളത്. ബിക്കോസ് അവിടെ എക്സിക്യൂട്ടീവിന് മേലെയുള്ള അക്കൗണ്ടബിലിറ്റിയും റെപ്രസെന്റേഷനും ഒക്കെ വളരെ കുറവാണ്. രാജ്യസഭയ്ക്കാണെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റോള് മാത്രമാണ് ബജറ്റ് ഡിസ്കഷനിൽ ഉള്ളത് എന്ന് കൂടി ഓർത്ത് വെക്കുന്നത് തന്നെ. അപ്പൊ ഇതിന് സൊല്യൂഷൻ ആയിട്ട് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത് ബജറ്റിന് മുന്നേ തന്നെ പ്രീ ബജറ്റ് ഡിസ്കഷൻസ് ലോകസഭയിലും രാജ്യസഭയിലും ഉണ്ടാവണം. ആ ഒരു പ്രീ ബജറ്റ് ഡിസ്കഷൻസിൽ നിന്നും നമ്മുടെ രാജ്യത്തിന്റെ ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ചും നമ്മുടെ രാജ്യത്തിന്റെ പ്രയോറിറ്റീസിനെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം, ആ പ്രയോറിറ്റിക്ക് അനുസരിച്ച് വേണം ബജറ്റ് പ്രൊപ്പോസൽസ് കൊണ്ടുവരാൻ. നിലവിൽ എക്സിക്യൂട്ടീവിന്റെ ഭരിക്കുന്ന പാർട്ടിയുടെ താല്പര്യത്തിനനുസരിച്ചാണ് പ്രൊപ്പോസൽസ് കൊണ്ടുവരുന്നത്. അതിന് പകരം ലെജിസ്ലേച്ചേഴ്സിന്റെ താല്പര്യത്തിനനുസരിച്ച് പ്രൊപ്പോസൽ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ കുറെ കൂടി ട്രാൻസ്പെറൻസിയും പബ്ലിക് എൻഗേജ്മെന്റും ബെറ്റർ കോർഡിനേഷനും നടത്താൻ പറ്റും, പ്രത്യേകിച്ചും പാർലമെന്ററി കമ്മിറ്റീസുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻസിലൂടെ ഒക്കെയാണ് എന്നാണ് ഓഥർ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ പാർലമെന്ററി ബജറ്റ് ഓഫീസ് എന്ന് പറഞ്ഞ ഒരു ഓഫീസ് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നും ഇതുവഴി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എക്കണോമിക് അനാലിസിസും ഡാറ്റയും ഒക്കെ അവൈലബിൾ ആക്കണം എന്നാണ് പറയുന്നത്. ഇവരെ കൃത്യമായിട്ടുള്ള ഫോർകാസ്റ്റുകൾ എടുക്കും, പോളിസി ബ്രീഫുകൾ എടുക്കും, രാജ്യത്തിന്റെ ഫിസിക്കൽ സാഹചര്യങ്ങളെക്കുറിച്ച്, സാമ്പത്തിക സാഹചര്യത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അസസ്മെന്റ് എടുക്കും. ഇത്തരത്തിൽ പാർലമെന്ററിയൻസിന് ബെറ്റർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടും. അവർക്ക് ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ പോളിസീസിനെ കൃത്യമായിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നതായിട്ടുള്ളത്. ഈ ഒരു റീഫോംസ് എല്ലാം തന്നെ പാർലമെന്റിനെ ഒരു പാസീവ് അപ്രൂവർ എന്ന റോളിൽ നിന്ന് ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പന്റ്, ബജറ്റ് പോലുള്ള പ്രോസസ്സുകളിൽ ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേറ്റ് നടത്താൻ വേണ്ടി വരും. ഇത് കുറെ കൂടി ഇക്വിറ്റബിൾ ആയിട്ടുള്ള എക്കണോമിക് പോളിസീസും ഗ്രേറ്റർ ആയിട്ടുള്ള ട്രാൻസ്പെറൻസിയും കൊണ്ടുവരാൻ സഹായിക്കും എന്നാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഭരിക്കുന്ന പാർട്ടിയുടെ താല്പര്യത്തെ മാത്രമല്ല, രാജ്യത്തിന്റെ താല്പര്യത്തെ അല്ലെങ്കിൽ ജനങ്ങളുടെ താല്പര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്യേണ്ടതാണ് എന്നുകൂടി ഓഥർ കാണിക്കുന്നുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഈ ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഓഥർ ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്താണ് ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ, എന്താണ് ഇത് ഇപ്പോൾ വാർത്തയിൽ വരാൻ കാരണം? ഇന്ത്യക്കാണ് അതിന്റെ വൈസ്
ചെയർ ലഭിക്കാൻ വേണ്ടി പോകുന്നു. ഇന്ത്യ ഇപ്പോൾ വൈസ് ചെയർ ആണ്. അതിന്റെ ചെയർമാൻ സ്ഥാനം ഇന്ത്യക്കാണ് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താണ് ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ? അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. IORA എന്ന് പറഞ്ഞാൽ ഇതൊരു റീജിയണൽ ഓർഗനൈസേഷൻ ആണ്. ഇന്ത്യൻ ഓഷ്യനുമായി ചുറ്റിപ്പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ ഓഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ഉറപ്പുവരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് IORA രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ നിലവിൽ അതിന്റെ വൈസ് ചെയർമാൻ ആണ്. 2025 നവംബറിൽ ഇന്ത്യ അതിന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് വരും. ഇന്ത്യക്ക് പ്രധാനമായിട്ടും 3 പ്രയോറിറ്റീസ് ആണുള്ളത്. ഒന്ന്, അതിന്റെ ഫണ്ടിങ് വർദ്ധിപ്പിക്കുക, കൂടുതൽ ടെക്നോളജീസ് ഇന്റഗ്രേറ്റ് ചെയ്യുക, മൂന്നാമത്തെ മാരിടൈം റെഡി കോഴ്സസ് കൊളാബറേഷൻ കൂടി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ ഓഷ്യൻ പ്രദേശത്തുള്ള ഈ രാജ്യങ്ങളുടെ ഗ്രൂപ്പിംഗ് ആണെന്ന് പറഞ്ഞു. നമുക്ക് ഈ ഇന്ത്യൻ ഓഷ്യൻ പ്രദേശത്തുള്ള രാജ്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷനിൽ ഭാഗമായിട്ട് കാണാൻ വേണ്ടി പറ്റും എന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ ഓർത്തു വെക്കുക, ലോകത്തിന്റെ പോപ്പുലേഷനിലെ 2/3 പോപ്പുലേഷൻ ഈ ഒരു IORയുടെ ഭാഗമാണ്. ഗ്ലോബൽ ട്രേഡിലും ഓയിൽ കൺസംഷനും ഒക്കെ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നതാണ്. എന്നാൽ ഇവിടെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. പൂർ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ്, സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്, എൻവയോൺമെന്റൽ കൺസേൺസ് ഉണ്ട്. ഇതിനെയൊക്കെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് IORA കൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ടുള്ളത്. പക്ഷേ IORയുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ അതിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ബഡ്ജറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവിധ വിഷയങ്ങളും ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ പറ്റുന്ന മാരിടൈം സെക്യൂരിറ്റി, ഫിഷറീസ് മാനേജ്മെന്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, റിസ്ക് തുടങ്ങിയിട്ടുള്ള പല വിഷയങ്ങളിലും ഇടപെടുന്നതിനും പരിഹരിക്കുന്നതിനും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റോൾ മാത്രമേ ഉള്ളൂ. ഭൂരിഭാഗം മെമ്പർ സ്റ്റേറ്റുകളും ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്, വളരെ സ്മോൾ ബഡ്ജറ്റുകൾ ഉള്ളവരാണ് എന്നുള്ളത് ഈ ഒരു IOROയ്ക്ക് കാര്യമായിട്ടുള്ള റോൾ എടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് സെക്ടേഴ്സിനെയും കൂടെ ഇൻവോൾവ് ചെയ്തുകൊണ്ട്, ഷിപ്പിംഗ്, ഓയിൽ, മാരിടൈം, ടൂറിസം സെക്ടേഴ്സിലുള്ള പ്രൈവറ്റ് സെക്ടേഴ്സിനെയും കൂടെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകണമെന്ന്. അപ്പോൾ ഒരു ബ്ലൂ എക്കണോമി ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ പോളിസി ഫണ്ടിങ്ങും മറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് നടത്താൻ വേണ്ടിയിട്ടും, കൂടാതെ റെക്കോർഡുകളെയൊക്കെ ഡിജിറ്റലൈസ് ചെയ്യുക, ഡാറ്റ അനാലിസിസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുക, അതുവഴി IOROയുടെ ഓപ്പറേഷൻസിനെയൊക്കെ എഫിഷ്യന്റ് ആക്കി മാറ്റാൻ പറ്റും എന്ന് കൂടി ഓർത്തുവെക്കണം. അപ്പോൾ ഇന്ത്യക്ക് ഈ ഒരു IOROയുമായി റിലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ മാരിടൈമുമായി ബന്ധപ്പെട്ട് സാഗർ എന്ന് പറഞ്ഞ വിഷയമുണ്ട്. IOROയുടെ ഗോൾസുമായിട്ട് അലൈൻ ചെയ്യുന്ന രീതിയിലാണ്. വിവിധ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളെ മെച്ചപ്പെടുത്തുക, മെമ്പർ കൺട്രീസുമായി ബന്ധപ്പെട്ട സഹകരണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ IORA റിലേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഓസ്ട്രേലിയയുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഫ്രാൻസ്, സിംഗപ്പൂർ, UAE തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കൂടാതെ കോസ്റ്റൽ നാഷൻസ് ആയിട്ടുള്ള ശ്രീലങ്ക, സെയ്ഷലസ്, മൗറീഷ്യസ് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലുള്ള ട്രഡീഷണൽ നോളജും മറ്റുമൊക്കെ മാരിടൈം ഗവേണൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഇന്ത്യക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുകൂടി ഓർത്തുവെക്കുക. അപ്പോൾ എഡ്യൂക്കേഷൻ, അതുപോലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടുതൽ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് കോഴ്സസും മറ്റുമൊക്കെ ക്രിയേറ്റ് ചെയ്ത് മറൈൻ മാനേജ്മെന്റ്, അതുപോലെ ബ്ലൂ എക്കണോമിയുമായി ബന്ധപ്പെട്ട് സ്കിൽഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സിനെ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട് എന്ന് കൂടി ഓർത്തുവെക്കുന്നത് തന്നെ. അപ്പോൾ ഇന്ത്യ IORയുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ടുള്ള ലീഡർഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെന്ന് ഓർത്തുവെക്കുക. അപ്പോൾ ഇന്ത്യ ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് വരും എന്ന് നമുക്ക് കാണാൻ പറ്റും. പ്രൈവറ്റ് സെക്ടേഴ്സുമായി ബന്ധപ്പെട്ട് കൊളാബറേറ്റ് ചെയ്ത്, ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട്, ടെക്നോളജിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് IORയെ ഒരു ഇഫക്റ്റീവ് ഓർഗനൈസേഷൻ ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യക്ക് പറ്റും എന്ന് തന്നെ നമുക്ക് കരുതാവുന്നതാണ് എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞാൽ വേൾഡ് വാട്ടർ ഡേയുമായി ബന്ധപ്പെട്ട് മാർച്ച് 22 വന്നിട്ടുള്ള ഒരു ഇമേജ് ആണ്. ദിസ് ആഡ് ഈസ് 5.42 സെന്റിമീറ്റർ ലോങ്. ദിസ് ഈസ് ഹൗ മച്ച് ദൊക്രിയാനി ഗ്ലേഷ്യർ മെൽറ്റഡ് ഇൻ എ ഡേ. ഒരു ദിവസം 5.42 സെന്റിമീറ്റർ കനം ദൊക്രിയാനി ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഹിന്ദുവിൽ വന്നിട്ടുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഗ്ലേഷ്യേഴ്സ് മെൽറ്റിംഗുമായി ബന്ധപ്പെട്ടത്. എന്നാൽ ദോക്രിയാനി ഗ്ലേഷ്യേഴ്സ് ആണെന്ന് നോക്കാം. ദോക്രിയാനി ഗ്ലേഷ്യറിനെ തന്നെയാണ് ബമാക് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള ഗ്ലേഷ്യർ ആണ്, മഞ്ഞുമലയാണ്. അപ്പോൾ ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഭഗീരഥി നദിയുടെ ബേസിനിലാണ്, ഗർവാൾ ഹിമാലയാസിലാണെന്ന് ഓർത്തുവെക്കുക. ഉത്തരാഖണ്ഡിലെ ഉത്തർകാശിയിലെ അടുത്തായിട്ടാണ്. അപ്പോൾ ഇത് 2 സർക്കുകൾ ജോയിൻ ചെയ്തിട്ടാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ദ്രൗപദി, അതുപോലെ തന്നെ ദക്ക ദന്ത എന്ന് പറയുന്ന രീതിയിൽ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 5600 മീറ്റർ, അതുപോലെ ജാവുനി പീക്ക്, ഈ ഒരു പീക്കുകൾ ജോയിൻ ചെയ്തിട്ടാണുള്ളത്. 5 കിലോമീറ്റർ നീളമുള്ള ഈ ഗ്ലേഷ്യേഴ്സ് നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണുള്ളത്. ഏകദേശം 3800 മീറ്റർ ഉയരത്തിലാണ് ഉള്ളത് എന്ന് കൂടി ഓർത്തു വെക്കുന്നത് തന്നെ. അപ്പോൾ ഇതിൽ നിന്ന് വെള്ളം വന്നിട്ടാണ് ദിൻഗാഡ് സ്ട്രീം രൂപപ്പെടുന്നതായിട്ടുള്ളത്. ഇതാണ് ഭഗീരഥി റിവറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് കൂടി ഓർത്തു വെക്കുന്നതുണ്ട്. അപ്പോൾ ദോക്രിയാനി ഗ്ലേഷ്യേഴ്സ് എവിടെയാണെന്ന് ഓർത്തു വെക്കുക, ഗർവാൾ ഹിമാലയാസിലാണെന്ന് ഓർത്തു വെക്കണം. ഈ ഒരു ഗർവാൾ ഹിമാലയാസിൽ നമുക്ക് ഭഗീരഥി നദിയുടെ ബേസിനായിട്ട് ദോക്രിയാനി ഗ്ലേഷ്യർ ആണ് വരുന്നത്. അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ട് ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഡാറ്റ വളരെ സിഗ്നിഫിക്കന്റ് ആണ് എന്ന് കൂടി ഓർത്തു വയ്ക്കേണ്ടത് തന്നെ.
അടുത്തൊരു വാർത്ത, ജുഡീഷ്യറിയുടെ അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്തുന്നതുമായുണ്ട് രാജ്യസഭയിൽ ഡിസ്കഷൻ നടക്കുവാണ്. അതായത് രാജ്യസഭാ ചെയർമാൻ, അതായത് വൈസ് പ്രസിഡന്റ് NGAC ബില്ലിനെ കുറിച്ചൊക്കെ എംപിമാരെ ഓർമ്മിപ്പിച്ചു. കാരണം ജുഡീഷ്യറിയുടെ അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് NGAC ബില്ല് കൊണ്ടുവരുന്നത്. പക്ഷേ ഇത് അൺകൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് സുപ്രീം കോടതി പറയുകയാണ് ചെയ്തത്. കാരണം സുപ്രീം കോടതിയുടെ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഇൻഡിപെൻഡൻസ്, കോടതിയുടെ ഇൻഡിപെൻഡൻസിനെ ബാധിക്കുന്ന ഒരു വിഷയം എന്ന രീതിയിൽ. എന്നാൽ റീസെന്റ് ആയിട്ട് ഈ ഒരു വേർമ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജായിട്ടുള്ള വേർമ കേസുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഈ ഒരു ഓപ്പോസിഷൻ മെമ്പേഴ്സും അതുപോലെ തന്നെ ഈ ഒരു രാജ്യസഭാ ചെയർമാനും ഒക്കെ ഈ ഒരു വിഷയത്തിൽ പറയുകയാണ്, ഡൽഹി ഹൈക്കോടതി ജഡ്ജിന്റെ വീട്ടിൽ നിന്നും വലിയൊരു ക്യാഷ് ഫയൽ കിട്ടിയതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്തേണ്ട ആവശ്യകതയാണ് ഇത് കാണിക്കുന്നതെന്നാണ് പറഞ്ഞത്. മുന്നേ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ ആക്ട് സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് സുപ്രീം കോടതിയുടെ ഇൻഡിപെൻഡൻസിനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധം എന്ന് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. NGAC ആക്ട് നമ്മൾ നോക്കിയാൽ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 111 പ്രസിഡന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പാർലമെന്ററി പ്രസിഡൻഷ്യൽ എൻഡോഴ്സ്മെന്റ് വഴി. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഈ ഒരു ലീഡർ ഓഫ് ദി ഹൗസും അല്ലെങ്കിൽ ലീഡർ ഓഫ് ഓപ്പോസിഷനും എല്ലാം തന്നെ ഈ ഒരു ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്തുന്നതിനെ കുറിച്ച് കുറച്ചുകൂടി സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഡിസ്കഷൻ നടത്തേണ്ട ആവശ്യകതയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ NGAC ആക്ടിന്റെ കറന്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ അത് അൺകൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ജുഡീഷ്യറി അക്കൗണ്ടബിൾ ആക്കി മാറ്റുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് പാർലമെന്റിൽ പരിശോധന നടത്തണം എന്നാണ് വൈസ് പ്രസിഡന്റ് പറയുന്നത് എന്ന് കൂടി ഓർത്തു വെക്കാം. അടുത്തത്, ഇന്ത്യയിലെ GM ക്രോപ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ പ്രോഗ്രസ് ഉണ്ട് എന്നാണ് ഒഫീഷ്യൽസ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു GM ക്രോപ്സുമായി ബന്ധപ്പെട്ട വിഷയം എന്നുള്ളത്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി ആണ് ഇന്ത്യയിലെ GM ക്രോപ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇവൻ ദോ ലീഗൽ ചാലഞ്ചസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും കാര്യമായിട്ടുള്ള പ്രോഗ്രസ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഉദാഹരണം, അതായത് ഈ ഒരു GM മസ്റ്റാർഡ്, GM കടുക്, ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള കടുക് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൊമേഴ്ഷ്യൽ കൾട്ടിവേഷന് വേണ്ടിയിട്ടുള്ള പ്രൊപ്പോസൽ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. നിലവിൽ ഓർത്തുവെക്കാൻ നമ്മുടെ രാജ്യത്ത് BT കോട്ടൺ മാത്രമാണ്, അതായത് ബാസിലസ് തുറിഞ്ചെൻസിസ് കോട്ടൺ മാത്രമാണ്, ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള കോട്ടൺ മാത്രമാണ് കൊമേഴ്ഷ്യൽ കൾട്ടിവേഷന് അനുവദനീയമായിട്ടുള്ളത് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ എൻവയോൺമെന്റ് മിനിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2022 GM മസ്റ്റാർഡിനെ അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് സുപ്രീം കോടതി ഒരു സ്പ്ലിറ്റ് വേർഡിക്റ്റ് ആണ് നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗവൺമെന്റ് GM ക്രോപ്സുമായി ബന്ധപ്പെട്ട ഒരു നാഷണൽ പോളിസി ഉണ്ടാക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എൻവയോൺമെന്റ് മിനിസ്ട്രി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഇൻപുട്ടുകൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജിയിൽ നിന്ന് നേടിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു GM ക്രോപ്സുകൾ കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട സേഫ്റ്റി ആണ് പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആയിട്ടുള്ളത്. GM മസ്റ്റാർഡ് എന്ന് പറയുന്നത് കടുകാണ്. കടുക് നമുക്കറിയാം ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുപോലെ കടുകിന്റെ എണ്ണ, കടുക് എണ്ണ എന്ന് പറയുന്നതും ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട സേഫ്റ്റി വിശദമായി പരിശോധിക്കണം എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഇതിന്റെ ഭാഗമായിട്ട് BioE3 പോളിസി ഉണ്ടായിരുന്നു, ബയോടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള പോളിസികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ജനറ്റിക് എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഫുഡ് ക്രോപ്സുകളെ ഇംപ്രൂവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ ബയോ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഓവറോൾ ബയോ എക്കണോമിയുടെ വളരെ ചെറിയൊരു പോർഷൻ ആണ്. എന്നാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രോഗ്രസ് നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്ന് കൂടി ഓർത്തു വെക്കുന്നത്. അടുത്തത്, ഇന്ത്യ സ്വന്തമായിട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ ബ്രൗസർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സോഹോ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രോഗ്രസ് നടക്കുന്നുണ്ട് എന്നാണ് വാർത്ത വരുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യയുടേതായിട്ടുള്ള ഒരു ഡൊമസ്റ്റിക് ബ്രൗസർ ഉണ്ടാക്കേണ്ടതായിട്ട് ഇന്ത്യയുടെ റൂട്ട് സർട്ടിഫൈയിങ് അതോറിറ്റിയെ ട്രസ്റ്റ് ചെയ്യുന്ന എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ ഇന്റർനെറ്റ് ആക്സസിനെ കുറെ കൂടി കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഗ്ലോബൽ ഇന്റർനെറ്റ് ഡിസ്റപ്ഷനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യിക്കാനും ഒക്കെ ഇതുകൊണ്ട് പറ്റും എന്നാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ റൂട്ട് സർട്ടിഫൈയിങ് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏകദേശം ലോകത്ത് 100 ഓർഗനൈസേഷൻസ് ആണ് ഉള്ളത്. അതായത് ഒരു ഫേംസ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിന്റെ ട്രസ്റ്റ് വർത്തിനെസ് അത് സേഫ് ആണോ അല്ലയോ എന്ന് പറയുന്നതാണ് റൂട്ട് സർട്ടിഫൈയിങ് അതോറിറ്റി എന്ന് പറയുന്നുള്ളത്. അതിന് SSL സർട്ടിഫിക്കറ്റുകളാണ് ഇഷ്യൂ ചെയ്യുക, സെക്യൂർ സോക്കറ്റ് ലെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് സെക്യൂർ എന്ന് പറഞ്ഞിട്ട് ലോക്കിന്റെ ചിഹ്നം കാണാൻ വേണ്ടി വരും. ഇത് ആക്ച്വലി SSL സർട്ടിഫിക്കറ്റ് ആണ്. ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതാണ് ഈ ഒരു റൂട്ട് സർട്ടിഫിക്കിംഗ് ഏജൻസി എന്ന് പറയുന്നുള്ളത്. അപ്പോൾ ഇവർ ആ ഒരു വെബ്സൈറ്റിന്റെ ലെജിറ്റിമസി ഒക്കെ ചെക്ക് ചെയ്യുകയും അതിനുശേഷം അവരെന്ത് ചെയ്യാണ്, ഈ ഒരു സെക്യൂരിറ്റി ടാഗ് അതിന് നൽകുകയും HTTPS എന്ന് പറഞ്ഞാൽ സെക്യൂർ എന്ന ടാഗ് വരികയും ചെയ്യും എന്നുള്ളതാണ്. ഓർത്തു വെക്കണേ, ഇന്ത്യക്ക് ഓൺ സർട്ടിഫൈയിങ് അതോറിറ്റീസ്, കൺട്രോളർ ഓഫ് സർട്ടിഫൈയിങ് അതോറിറ്റീസ് ഉണ്ട്. പക്ഷെ ഓർത്തു വെക്കേണ്ട കാര്യം, ഈ ഒരു കൺട്രോളർ ഓഫ് സർട്ടിഫൈയിങ് അതോറിറ്റിയെ മേജർ ബ്രൗസുകളും അവര് ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നമായിട്ടുള്ളത്. ഒരേ ഒരു ഇന്ത്യൻ കമ്പനി ആയിട്ടുള്ള മുദ്രയുടെ EM-Sign മാത്രമാണ് ഈ നിലവിൽ ഇന്റർനാഷണലി റൂട്ട് സർട്ടിഫൈയിങ് ഏജൻസീസ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു
ഈ ബോഡി എന്നുകൂടി സർട്ടിഫിക്കിംഗ് അതോറിറ്റി എന്നുകൂടി ഓർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗവൺമെന്റ് സോഹോ ഒരു കോമ്പറ്റീഷൻ നടത്തിയായിരുന്നു. അതിൽ സോഹോ കോർപ്പറേഷൻ വിൻ ചെയ്യും. 1 കോടി രൂപ ഇന്ത്യയുടേതായിട്ടുള്ള ഓൺ ബ്രൗസർ ആയിട്ടുള്ള ഉല, ഓർത്ത് വെക്കുക, ഉല എന്നാണ് പേരിട്ടിരിക്കുന്നത്, ബ്രൗസർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഇന്ത്യൻ റൂട്ട് സർട്ടിഫിക്കറ്റിനെ വിശ്വസിക്കുന്ന എന്നുള്ളതാണ്. അപ്പോൾ ഇതുവഴി ഇന്ത്യക്ക് കുറെ കൂടി കൺട്രോളും നെഗോഷിയേറ്റിംഗ് പവർ വരും മേജർ ബ്രൗസർ കമ്പനീസ് ആയിട്ടുള്ള ഗൂഗിളും മോസിലയുമായി ബന്ധപ്പെട്ട് എന്നൊക്കെയാണ് കരുതുന്നതായിട്ടുള്ളത്. കൂടാതെ സൈബർ സെക്യൂരിറ്റി ഉറപ്പുവരുത്താനും ഇൻഡിജിനസ് ആയിട്ടുള്ള ഒതന്റിക്കേഷൻ മെക്കാനിസംസ് ഇൻകോർപ്പറേറ്റ് ചെയ്യാനും ഇതുകൊണ്ട് പറ്റും എന്നാണ് കരുതുന്നത് എന്നുകൂടി ഓർത്ത് വെക്കാം. അടുത്തത് ഇന്ത്യൻ റുപ്പി മെല്ലെ മെല്ലെ കയറാൻ വേണ്ടി തുടങ്ങുവാണ്. ഇന്ത്യൻ റുപ്പിയുടെ തകർച്ചയ്ക്ക് ശേഷം തിരിച്ചു കയറാൻ വേണ്ടി തുടങ്ങുവാണ്. ഒരുപാട് ഇൻവെസ്റ്റേഴ്സ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. ഇന്ത്യൻ റുപ്പി കഴിഞ്ഞ 10 ആഴ്ചയിൽ ഏറ്റവും ഹൈ അഗെയിൻസ്റ്റ് ഡോളർ ആയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒരുപാട് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യൻ സ്റ്റോക്കുകളിലേക്കും ബോണ്ടുകളിലേക്കും വരാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ തുടർച്ചയായിട്ടുള്ള 8 ദിവസത്തിന്റെ ആയിട്ടുള്ള ഒരു അപ്രീഷിയേഷൻ കാണാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡാറ്റയൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഇന്ത്യക്ക് അനുകൂലമായിട്ടാണ് RBIയുടെയും മറ്റുമൊക്കെ ഡാറ്റ വരുന്നത്. കൂടാതെ RBI കറൻസിയെ മാനേജ് ചെയ്തും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ RBIയുടെ ഇന്റർവെൻഷൻസ് റുപ്പിയെ ഒരു ടോപ്പ് പെർഫോമിംഗ് ഏഷ്യൻ കറൻസി ആക്കി മാറ്റുന്നതിന് വേണ്ടി സഹായിച്ചിട്ടുണ്ടെന്ന് ഓർക്കുക. ഇത് കൂടാതെ യുഎസിന്റെ ഫെഡറൽ റിസർവിന്റെ അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള US ഫെഡറൽ റിസർവിന്റെ തീരുമാനവും ഇൻവെസ്റ്റേഴ്സ് സെന്റിമെന്റ് ഇന്ത്യക്ക് അനുകൂലമായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ ക്യാപിറ്റൽ വാങ്ങാൻ വേണ്ടി തുടങ്ങിയിട്ട് ഇതാണ് ഇന്ത്യൻ റുപ്പിയെ ബൂസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റും കാര്യമായിട്ടുള്ള ഗെയിൻ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യൻ ഇൻഡെക്സ് മെല്ലെ റൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട്. അപ്പോൾ NSEയിലെ ക്യാഷ് മാർക്കറ്റിലും കാര്യമായിട്ടുള്ള ട്രേഡിംഗ് വോളിയൂംസും വരുന്നുണ്ട് എന്ന കാര്യം കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഇന്ത്യ ചൈനയ്ക്ക് റൈവലായിട്ട് 23 ബില്യൻ്റെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഫാക്ടറീസ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് ഒരു ഡിസപ്പോയിൻമെന്റിലേക്ക് പോയി. പ്രത്യേകിച്ച് PLI സ്കീമുമായി ബന്ധപ്പെട്ടാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ഏകദേശം 23 ബില്യൺ US ആണ് PLI സ്കീമിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ രാജ്യത്തെ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ്ങിന്, ആഭ്യന്തര ഉൽപ്പാദനത്തെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ 14 പൈലറ്റ് സെക്ടേഴ്സിന് പുറത്തേക്ക് ഇത് വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടത്. അതുപോലെ തന്നെ നിലവിലുള്ള PLI സ്കീമിന്റെ ഡെഡ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യില്ല എന്നും വാർത്ത വന്നിട്ടുണ്ട്. ഓർത്തു വെക്കുക, 750ഓളം കമ്പനികളെ PLI സ്കീമിന്റെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടി ഗവൺമെന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രൊഡക്ഷൻ ടാർഗറ്റുകൾ മിസ് ചെയ്തു, അല്ലെങ്കിൽ സബ്സിഡി പേ ഔട്ടുകൾ ഡിലേ ചെയ്തു. അതുകൊണ്ട് തന്നെ PLI സ്കീം എന്ന് പറയുന്ന പ്രോഗ്രാം ഒരു സക്സസ്ഫുൾ ആയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്ത്യയുടെ മാനുഫാക്ചറിങ് ഷെയർസ് ആക്ച്വലി ഈ ഒരു പീരീഡിൽ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് പ്രോഗ്രാം ലോഞ്ച് ചെയ്തപ്പോൾ മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ച് നമ്മുടെ രാജ്യത്തിന്റെ മാനുഫാക്ചറിങ് ഷെയർ GDPയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ വർദ്ധിക്കുന്നതിന് പകരം കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. അതേ സമയത്ത് കമ്പനികൾക്ക് ഈ ഒരു സബ്സിഡിയുടെ പേ ഔട്ടുകൾ കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതും ബ്യൂറോക്രസി റിലേറ്റഡ് ആയിട്ടുള്ള ഹേർഡിൽസുമാണ് മറ്റൊരു പ്രശ്നമായിട്ട് പറയുന്നത്. അപ്പോൾ പല കമ്പനീസും സബ്സിഡീസ് ഡിനൈ ചെയ്തിട്ടുണ്ട്, പല റൂൾസും കോംപ്ലൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് എക്സസീവ് ആയിട്ടുള്ള റെഡ് ടാപ്സും ബ്യൂറോക്രാറ്റിക് ഹേർഡിൽസും ഈ ഒരു പ്രോഗ്രാമിനെ അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിയെ ഇൻഎഫക്റ്റീവ് ആക്കി മാറ്റി എന്നുള്ളതാണ് ഓദർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ഓർത്തു വെക്കുന്നത്. ചില സക്സസ് കണ്ടിട്ടുള്ളത് ഫാർമസ്യൂട്ടിക്കൽ മേഖലയും മൊബൈൽ ഫോൺ മാനുഫാക്ചറിങ് മേഖലയിലാണ് ചെറിയ സക്സസ് കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഗവൺമെന്റ് ഇതിന് പകരമായിട്ട് പാർഷ്യലി ഇൻവെസ്റ്റ്മെന്റുകൾ റീഇംബേഴ്സ് ചെയ്യുന്ന രീതിയിലേക്കാണ് അൾട്ടർനേറ്റീവ് ആയിട്ട് കരുതാവുന്നതാണ്. അതുപോലെ ഗവൺമെന്റിന് മാനുഫാക്ചറിംഗ് ബൂസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെത്തേഡുകൾ നോക്കാവുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് അംബിഷൻസ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ട്രേഡ് എൻവയോൺമെന്റ് അനുസൃതമായിട്ടാണ്. USഉം അവയുടെ ട്രേഡ് പോളിസീസും ഒക്കെ നമ്മുടെ അംബിഷൻസിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്ത സമയത്ത് കമ്പനികൾക്ക് ചൈനയിൽ നിന്ന് മൂവ് ചെയ്യേണ്ട ഒരു സാഹചര്യമായിരുന്നു, ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യമുള്ള ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇന്ത്യക്ക് അത് കൃത്യമായിട്ട് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയില്ല, ഇന്ത്യയിലേക്ക് കമ്പനികളെ കൊണ്ടുവരാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഒരു കാര്യമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുള്ളത്. അടുത്തത് നമീബിയയിൽ ആദ്യത്തെ വുമൺ പ്രസിഡന്റ് ആയിട്ട് നന്ദി നെയ്ത്വ അധികാരമേറ്റു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. ഇപ്പം നമീബിയ എന്ന് പറയുന്ന ആഫ്രിക്കൻ കൺട്രിയിലാണ് ഈ ഒരു നന്ദി നെയ്ത്വ ആദ്യത്തെ വുമൺ പ്രസിഡന്റ് ആയിട്ട് വന്നുള്ളത്. അപ്പം നമീബിയ അവരുടെ ആദ്യത്തെ വുമൺ പ്രസിഡന്റിന് അധികാരം എടുക്കുകയാണ്. അപ്പോൾ ഏകദേശം 35 വർഷം നടന്നിട്ടുള്ള സ്വാപ്പോ പാർട്ടിയുടെ റൂളിന് ശേഷമാണ് ഈ ഒരു വുമൺ പ്രസിഡന്റ് വരുന്നതായിട്ടുള്ളത്. അപ്പം നമീബിയ എന്ന് പറയുന്നത് സൗത്തേൺ ആഫ്രിക്കയിലുള്ള ഒരു കൺട്രിയാണ്. അറ്റ്ലാന്റിക് ഓഷ്യനുമായിട്ട് ബോർഡർ ആയിട്ട് വരുന്നു. ഒരു സൈഡിൽ അങ്കോള, സാംബിയ, അതുപോലെ ബോട്സ്വാനയുണ്ട്, സൗത്ത് ആഫ്രിക്ക ഒരു സൈഡിൽ വരുന്നത്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം, ഇതിന് സിംബാബ്വേയുമായി ബന്ധപ്പെട്ട് ബോർഡർ ഒന്നുമില്ല. ഏകദേശം 200 മീറ്ററിന്റെ താഴെയാണ് സംബേവി എന്ന് പറയുന്ന റിവറുമായിട്ട് ഉണ്ടെങ്കിലും നോർമൽ ബൗണ്ടറി വരുന്നില്ല. വിൻ ഹോക്ക് ആണ് ഇതിന്റെ ലാർജസ്റ്റ് ക്യാപിറ്റൽ എന്ന് കൂടി ഓർത്ത് വെക്കുന്നതന്നെ. അപ്പോൾ സബ് സഹാറൻ ആഫ്രിക്കയിലെ ഏറ്റവും വരണ്ട കൺട്രിയാണ് എന്ന് കൂടി ഓർത്ത് വെക്കുന്നതന്നെ. പ്രീ ഹിസ്റ്റോറിക് ടൈമിൽ ഹോയ്, സാൻ, ദമാര, നാമ തുടങ്ങിയിട്ടുള്ള വിഭാഗം ആൾക്കാർ
ഈ സ്ഥലമാണ്. അപ്പൊ നെമീബ് എന്ന് പറയുന്ന ഡെസേർട്ട്, ഒരു കോസ്റ്റൽ ഡെസേർട്ട് ഇവിടെ നെമീബിയയിലുണ്ട്. അത്തരത്തിലാണ് നെമീബിയ എന്ന പേര് വന്നിട്ടുള്ളത്. 2000 കിലോമീറ്ററോളം സ്ട്രെച്ച് ചെയ്തിട്ടുള്ള അറ്റ്ലാന്റിക് കോസ്റ്റിലുള്ളതാണ് എന്ന് കൂടി ഓർത്ത് വെക്കുക. അങ്കോള, നെമീബിയ, നോർത്ത് വെസ്റ്റ് സൗത്ത് ആഫ്രിക്കയിലൂടെ കടന്നു പോകുന്നതാണ് ഈ നെമീബ് കോസ്റ്റൽ ഡെസേർട്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പൊ ഇതാണ് നെമീബിയയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നതായിട്ടുള്ളത്. നമീബിയയുടെ ലൊക്കേഷൻ. അപ്പോൾ നമുക്ക് അങ്കോളനെ കാണാൻ പറ്റും, സാംബിയനെ കാണാൻ പറ്റും, ബോട്സ്വാനനെ കാണാൻ പറ്റും, സൗത്ത് ആഫ്രിക്കനെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് സിംബാബ്വേയുമായിട്ട് ഒരു ബോർഡർ ഉണ്ടോ തോന്നും, പക്ഷെ ആക്ച്വലി ഇവിടെ ഒരു ബോർഡറിങ് വരുന്നില്ല എന്നുള്ളതാണ് ഓദർ റിപ്പോർട്ടിൽ പറയുന്നതായിട്ടുള്ളത്. അതായത് ഏകദേശം ഇങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. അതായത് ഇവിടെ ഒരു 200 മീറ്ററിന്റെ ഗ്യാപ്പ് ഉണ്ട് ഈ ഒരു പോയിന്റ് തമ്മിൽ എന്നുള്ളതാണ്. ഇതാണ് നമീബിയയുടെ ലൊക്കേഷൻ. അവർക്ക് ആദ്യത്തെ വുമൺ പ്രസിഡന്റ് ഉണ്ടായി എന്നാണ് വാർത്തയിൽ വരാൻ കാരണം. അടുത്തത് ഇന്തോനേഷ്യയിലെ മൗണ്ട് ലെവോത്തോബി ലാക്കി വോൾക്കാനോ എറപ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. ഇന്തോനേഷ്യയിലെ മൗണ്ട് ലെവോത്തോബി ലാക്കി വോൾക്കാനോ എറപ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ 8000 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു വോൾക്കാനോ ആണ്. അപ്പോൾ നിയർ ബൈ വില്ലേജിലൊക്കെ ചെറിയ ചെറിയ ഇഞ്ചുറീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ലെവോത്തോബി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ട്വിൻ വോൾക്കാനോ ആണ്. 2 വോൾക്കാനോസ് അടുത്തടുത്താണ് ഉള്ളത്. ഇത് ഐലൻഡ് ഓഫ് ഫ്ലോറസിലാണ് ഇന്തോനേഷ്യയിൽ ലൊക്കേറ്റ് ചെയ്യുന്നത്. 2 പീക്കുകളാണ് ലെവോത്തോബി ലാക്കി ലാക്കി, മെയിൽ ലെവോത്തോബി എന്ന് വിളിക്കും, ലെവോത്തോബി പെരുമ്പരൻ ഫീമെയിൽ ലെവോത്തോബി. ഇവ രണ്ടും സ്ട്രാറ്റോ വോൾക്കാനോ ആണ്, ലേയേഴ്സ് ആയിട്ടുള്ള വോൾക്കാനോ ആണ് എന്ന് കൂടി ഓർത്തുക. പസഫിക് റിംഗ് ഓഫ് ഫയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പസഫിക് ഓഷ്യനിലുള്ള സീരീസ് ഓഫ് വോൾക്കാനോസിനെയാണ് പസഫിക് റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത്. മൗണ്ട് ലെവോത്തോബി എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഫ്രീക്വന്റ് ആയിട്ടുള്ള സീസ്മൈക് അതുപോലെ വോൾക്കാനിക് ആക്ടിവിറ്റീസ് നടക്കുന്നതാണ് എന്ന് കൂടി ഓർത്തു വെക്കുക. ഇതാണ് മൗണ്ട് ലെവോത്തോബിയുടെ ഏകദേശം ലൊക്കേഷൻ എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് ഗൂഗിള് അവരുടെ ലേറ്റസ്റ്റ് AI മോഡൽ ആയിട്ടുള്ള ജെമ്മ 3 റിലീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. AI മോഡലാണ് ജെമ്മ എന്ന് പറയുന്നത്. ഗൂഗിള് ജെമ്മ 3 അവരുടെ ഫാസ്റ്റസ്റ്റ് സീരീസ് ഓപ്പൺ സോഴ്സ് AI മോഡലാണ് റിലീസ് ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഷീൽഡ് ജെമ്മ 2 എന്ന് പറയുന്ന ഇമേജ് സേഫ്റ്റി ക്ലാസിഫയറും അവർ റിലീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഗൂഗിളിന്റെ ജെമ്മ സീരീസിന്റെ ഒരു ജെമിനി നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതിന്റെ ഒരു കണ്ടിന്യൂസർ ആണ്. ഡിഫറെന്റ് സൈസുകളിൽ ഇത് വരുന്നുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഗൂഗിൾ ക്ലെയിം ചെയ്ത ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് മോഡലാണിത് എന്നുള്ളതാണ്. ഫോണുകളിലും ലാപ്ടോപ്പുകളിലും മറ്റ് ഡിവൈസുകളിലും ഒക്കെ റൺ ചെയ്യാൻ പറ്റും. 35ഓളം ലാംഗ്വേജസ് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റിനെയും ഇമേജിനെയും ഷോർട്ട് വീഡിയോസിനെയും ഒക്കെ ഇതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗൂഗിൾ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ മെറ്റയുടെ ലാമ എന്ന് പറയുന്ന മോഡലിനെയും ഓപ്പൺ എഐയുടെ O3 മിനി ചാറ്റ് GPT മോഡലിനെയും ഒക്കെ സൂപ്പർസീഡ് ചെയ്യുന്ന ഒരു ഡെവലപ്മെന്റ് ആണ്. 128K ടോക്കൺ കണ്ടക്സ് വിൻഡോ ആണ് ഇത് യൂസ് ചെയ്യുന്നതായിട്ടുള്ളത്. അതായത് ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷനെ കവർ ചെയ്യാൻ ഇതിന് പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും വാർത്തകളാണ് ഇന്നേ ദിവസം ഡിസ്കഷൻ ആയിട്ട് ഉണ്ടായിരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.